കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. നമസ്കാരം. വെട്ടൻ ടെലിവിഷൻ തെരഞ്ഞെടുപ്പ് വാർത്തയിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പിൽ പരാജയഭീതി പൂണ്ട് തിരൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി വി അബ്ദുറഹിമാനെതിരെ വ്യാജ പ്രചരണം നടത്തി വ്യക്തിഹത്യ നടത്തുകയാണ് മുസ്ലിം ലീഗെന്ന് LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കഴിഞ്ഞ 10 വർഷക്കാലം താനൂർ മണ്ഡലത്തിൽ ഏകദേശം 2000 കോടി രൂപയുടെ വികസന നേട്ടങ്ങൾ നടത്തിയ വി അബ്ദുറഹിമാൻ ജന്മനാടായ തിരൂരിൽ സ്ഥാനാർത്ഥിയായതോടെ ഇതുവരെ നടത്താത്ത അവഹേളനങ്ങളും വ്യക്തിഹത്യയുമാണ് ലീഗും കൂട്ടാളികളും നടത്തുന്നതെന്ന് LDF നേതാക്കൾ ആരോപിച്ചു. നമ്മുടെ തിരൂരിൽ സാധാരണ കണ്ടുവരാത്ത വിധത്തിലുള്ള കള്ളപ്രചരണവും വ്യക്തിഹത്യയും വ്യാപകമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുകളിലൊക്കെ രാഷ്ട്രീയ മര്യാദ പാലിച്ചുകൊണ്ടും പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിച്ചുകൊണ്ടും മാത്രമേ നമ്മളെല്ലാവരും ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ളൂ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ വി അബ്ദുറഹിമാനെ വ്യക്തിപരമായി തേജോവധം ചെയ്യുക, അദ്ദേഹത്തിനെ താറടിച്ച് കാണിക്കുക, അവഹേളിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വ്യക്തിഹത്യ ചെയ്യുന്ന രൂപത്തിലേക്കുള്ള വ്യാപകമായ പ്രചരണങ്ങളുമായിട്ട് ചരിത്രത്തിലാദ്യമായി നമ്മുടെ തിരൂരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് കടന്നു വന്നിരിക്കുകയാണ്. വി അബ്ദുറഹിമാൻ സ്ഥാനാർത്ഥി ആയി വന്നപ്പോൾ തിരൂരിലുണ്ടായൊരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തിരൂരിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മന്ത്രി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. വി അബ്ദുറഹിമാൻ അദ്ദേഹം ഒറ്റ ദിവസം കൊണ്ട് മന്ത്രിയായതോ നേതാവായതോ അല്ല. കഴിഞ്ഞ 10 കൊല്ലക്കാലം താനൂരിൽ വികസന പ്രവർത്തനങ്ങൾക്ക് അന്തസ്സായിട്ട് നേതൃത്വം കൊടുത്ത് താനൂർ മണ്ഡലത്തെ കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു ഭൂപ്രദേശമാക്കി മാറ്റാൻ നേതൃത്വം കൊടുത്തിട്ടാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. 2000 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് സുമാർ താനൂർ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. ഓരോന്നും പശ്ചാത്തല വികസനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ആരോഗ്യരംഗത്താണെങ്കിലും വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും ഏത് മേഖലക്കകത്താണെങ്കിലും. വി അബ്ദുറഹിമാൻ തിരഞ്ഞെടുക്കപ്പെടുന്നതിന് മുമ്പ് എന്തായിരുന്നു താനൂരിൻ്റെ അവസ്ഥ നമുക്കറിയാലോ. ഇന്നവിടെ ഗവൺമെൻറ് കോളേജിന് കെട്ടിടമായി, എല്ലാ പ്രധാനപ്പെട്ട സ്കൂളുകൾക്കും ഏറ്റവും മികച്ച കെട്ടിടം നിർമ്മിക്കാൻ സാധിച്ചു. റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായി. എന്തിനേറെ പറയുന്നു, MLA ഫണ്ട് എടുത്തിട്ടാണ് താനൂരിൽ റെയിൽവേ സ്റ്റേഷൻ മോടി പിടിപ്പിച്ചത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ് ഉണ്ണിയാലിൽ ഏറ്റവും മികച്ച സ്റ്റേഡിയം പണിതു. ഉണ്ണിയാൽ എന്ന് പറയുന്ന പ്രദേശം തിരൂരിലെ മികച്ച ടൂറിസം ഡെസ്റ്റിനേഷനായിട്ട് മാറി. ഫിഷറീസ് സ്കൂള്, അവിടെ ഇപ്പോൾ വാന നിരീക്ഷണ കേന്ദ്രം സ്ഥാപിച്ചു. ഇങ്ങനെ എണ്ണി പറയുകയാണെങ്കിൽ ഒരുപാട് പറയാണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. വിസ്താരഭയം മൂലം അതിലേക്ക് കടക്കുന്നില്ല. അത്രയേറെ വികസന പ്രവർത്തനങ്ങളാണ് താനൂർ നിയോജക മണ്ഡലത്തിൽ നടന്നിട്ടുള്ളത്. ആ താനൂർ മണ്ഡലത്തിൻ്റെ മുഖച്ഛായ മാറ്റി അവിടെ നിന്ന് അദ്ദേഹം തിരൂരിലേക്ക് വരികയാണ്. സ്വന്തം നാട്ടിൽ ഈ തിരൂരിൻ്റെ വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ. അതുകൊണ്ട് തന്നെ സാധാരണ സ്ഥാനാർത്ഥി പര്യടന വേളയിൽ കാണാത്ത ആളുകൾ വരുന്നു. അവരുടെ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നു, അവരെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നു. അങ്ങനെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ഉറ്റുനോക്കുന്നത്. അത് കണ്ട് വിറളി പൂണ്ടിട്ടുള്ള ലീഗ്, അതാണ് നമുക്ക് പറയാം. വിറളി പൂണ്ട ലീഗ് എന്തെല്ലാം തരത്തിൽ താറടിച്ച് കാണിക്കാൻ പറ്റും അതുമായി രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ലീഗ് നേതാക്കൾ നടത്തിയ നിയമലംഘനങ്ങൾ മൂടിവെക്കാനാണ് ലീഗ് നീക്കം നടത്തുന്നതെന്നും LDF നേതാക്കൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അഡ്വക്കേറ്റ് പി ഹംസക്കുട്ടി, അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ, CM മൊയ്തീൻകുട്ടി, വി നന്ദൻ, പാറപ്പുറത്ത് കുഞ്ഞുട്ടി, പിമ്പുറത്ത് ശ്രീനിവാസൻ, രാജ് കെ ചാക്കോ, അഡ്വക്കേറ്റ് വി ചന്ദ്രശേഖരൻ, KP അലവി, KP മുസ്തഫ, K അബ്ദുൽ ലത്തീഫ്, ജമാൽ ഹാജി എന്നിവർ സംബന്ധിച്ചു. വെട്ടന്യൂസ് തിരൂർ. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ.